ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളാണ്. ഇന്ന് നടന്ന ഹിന്ദി എക്സാമിൻ്റെ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ആദ്യം നമ്മളൊരു ഇമെയിലാണ് എഴുതുന്നത്. Moina wants to share happiness about learning to read and finding answers to her questions. മൊയ്ന ഭയങ്കര സന്തോഷത്തിലാണ് അബൌട്ട് ലേണിംഗ്, പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലേണിംഗ് ടു റീഡ്, വായിക്കാൻ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവളുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് അവൾക്ക് ഉത്തരം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇമാജിൻ ദാറ്റ് മൊയ്ന റൈറ്റ്സ് ആൻ ഇമെയിൽ ഫോർ ഹെർ ഫ്രണ്ട് ടു ഹെർ ഫ്രണ്ട് ടെല്ലിംഗ് ഹെർ അബൌട്ട് ഹെർ ലൈഫ്, ഹെർ ക്യൂരിയോസിറ്റി ആൻഡ് ഹെർ ഡ്രീം ടു ലേൺ. റൈറ്റ് ഇമെയിൽ. അപ്പോൾ ഇവിടെ മൊയ്ന ഒരു ഇമെയിൽ എഴുതാണ് അവളുടെ ഫ്രണ്ടിന്, അവളുടെ എന്താണ് ലൈഫിനെ, ജീവിതത്തെക്കുറിച്ചും അവളുടെ ആ ക്യൂരിയോസിറ്റിയെ കുറിച്ചും അതേപോലെ തന്നെ അവളുടെ പഠിക്കാനുള്ള സ്വപ്നത്തെക്കുറിച്ചൊക്കെ ഒരു ഇമെയിൽ എഴുതാണ്. അപ്പോൾ നമ്മൾ ഇമെയിൽ എഴുതുമ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഫ്രമും ടുവും നമ്മൾ ജിമെയിലിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ഓക്കെ, ഡിയർ ഫ്രണ്ട്, ഹൗ ആർ യു? ഐ ആം വെരി ഹാപ്പി ടു റൈറ്റ് ദിസ് ഇമെയിൽ ടു യു. ഐ ഓൾവേസ് ഹാഡ് മെനി ക്വസ്റ്റ്യൻസ് ഇൻ മൈ മൈൻഡ് അബൌട്ട് ദ വേൾഡ് അറൗണ്ട് മീ. അപ്പോൾ ഫ്രണ്ടിന് ഡിയർ ഫ്രണ്ട് അല്ലെങ്കിൽ പേര് കൊടുക്കാം. ഹൗ ആർ യു, സുഖമാണോ? ഐ ആം വെരി ഹാപ്പി ടു റൈറ്റ് ദിസ് ഇമെയിൽ ടു യു. ഞാൻ വളരെ അധികം സന്തോഷമുണ്ട് നിനക്ക് ഈ ഇമെയിൽ എഴുതുന്നതിൽ. ഐ ഓൾവേസ് ഹാഡ് മെനി ക്വസ്റ്റ്യൻസ് ഇൻ മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അബൌട്ട് ദ വേൾഡ് അറൗണ്ട് മീ, നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏർലിയർ നോ വൺ കുഡ് ആൻസർ ഓൾ മൈ വൈ ക്വസ്റ്റ്യൻസ്. ആർക്കും എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ബട്ട് നൗ ഐ ആം ലേണിംഗ് ടു റീഡ് ബുക്സ്. ഇപ്പോൾ ഞാൻ ബുക്ക് വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദേ ഗീവ് മീ ആൻസേഴ്സ്. അത് എനിക്ക് ഉത്തരങ്ങൾ തരുന്നുണ്ട്. റീഡിങ് ഹാസ് ഓപ്പൺഡ് എ ന്യൂ വേൾഡ് ഫോർ മീ. റീഡിങ് എന്ന് പറയുന്നത് എൻ്റെ മുന്നിൽ ഒരു പുതിയ ലോകം തുറന്നു കാട്ടി. ഐ വാണ്ട് ടു സ്റ്റഡി മോർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് നേച്ചർ. എനിക്ക് കൂടുതൽ പഠിക്കണം, അതേപോലെ അണ്ടർസ്റ്റാൻഡ് നേച്ചറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. സ്റ്റാർസ് ആൻഡ് ലൈഫ്. I dream of becoming a teacher one day so that I can help our children like me, other children like me. ഞാനൊരു ടീച്ചർ ആവാനുള്ള സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് റൈറ്റ് ബാക്ക് സൂൺ. വിത്ത് ലവ്, മൊയ്ന. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇമെയിലിന് എഴുതാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഫ്രമും ടുവും അഡ്രസ്സ് എഴുതണം. ഓക്കെ, എന്നിട്ട് സബ്ജക്റ്റ് എഴുതുക. പിന്നെ നമ്മൾ ഡിയർ ഫ്രണ്ട് എന്ന് സല്യൂട്ടേഷൻ വേണം. പിന്നെ ഹൗ ആർ യു? ഐ ആം വെരി ഹാപ്പി ടു റൈറ്റ് ദിസ് ഇമെയിൽ ടു യു. ഐ ഓൾവേസ് ഹാഡ് മെനി ക്വസ്റ്റ്യൻസ് ഇൻ മൈ മൈൻഡ് അബൌട്ട് ദ വേൾഡ് അറൗണ്ട് മീ. Earlier, no one could answer all my why questions, but now I am learning to read books and they give me answers. Reading has opened a new world for me. I want to study more and understand nature, stars, and life. I dream of becoming a teacher one day so that I can help other children like me. Please write back soon. With love, Moina. ഇനി അടുത്തത് ഒരു കോൺവെർസേഷൻ ആണ്. അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. Moina questions the unfair treatment she receives and wants to learn more about the world. Imagine a conversation between Moina and her mother Kiri after Moina returns home from the Samiti. Complete the conversation. Kiri, Moina, did you finish your work for today? ഇന്നത്തെ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയോ? മൊയ്ന, യെസ് അമ്മ, ബട്ട് ഐ ഹാവ് മെനി ക്വസ്റ്റ്യൻസ് ഇൻ മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യമുണ്ട്. അപ്പോൾ ചോദിക്കണേ, വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട് നൗ? നീ ഇപ്പോൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ മൊയ്ന പറയാണ്, വൈ ഡു വി ഹാവ് ടു വർക്ക് സോ ഹാർഡ് ഫോർ അതേഴ്സ് ആൻഡ് സ്റ്റിൽ റിമെയിൻ പുവർ? ലൈഫ് ഈസ് ഡിഫിക്കൽട്ട് മൈ ചൈൽഡ് ബട്ട് ലേണിംഗ് ക്യാൻ ചേഞ്ച്. അപ്പോൾ അവൾ പറയാണ്, എന്താണ് ലൈഫ്, ഇങ്ങനെ ഒരുപാട് വർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോഴും പുവറായിട്ടാണല്ലോ, ദരിദ്രമായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അമ്മ പറയാണ്, ലൈഫ് ഈസ് ഡിഫിക്കൽട്ട്, ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതാണ്. ബട്ട് ലേണിംഗ് ക്യാൻ ചേഞ്ച് ഇറ്റ്, പക്ഷേ പഠനം അതിനെ മാറ്റിമറിക്കാൻ സഹായിക്കും. മൊയ്ന, ദാറ്റ് ഈസ് വൈ ഐ വാണ്ട് ടു സ്റ്റഡി ആൻഡ് റീഡ് ബുക്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ബുക്ക് വായിക്കണം, എനിക്ക് പഠിക്കണം. അപ്പോൾ അമ്മ പറയാണ്, ഐ ആം പ്രൗഡ് ഓഫ് യു മൊയ്ന. എനിക്ക് മൊയ്ന നിന്നെക്കുറിച്ച് അഭിമാനമുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഒരിക്കലും ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തരുത്.
Moina, I want Amma. One day I will find answers to all my whys. എനിക്ക് എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ദിവസം എനിക്ക് ഉത്തരം കിട്ടും എന്ന് മൈന പറയുകയാണ്. ഇനി അടുത്തത് ഒരു എഡിറ്റിംഗ് ആണ്. മൈന വാസ് ക്യൂരിയസ് ഗേൾ ഹു ആസ്ക് മെനി ക്വസ്റ്റ്യൻസ്. ഷീ ലീവ് ഇൻ എ ലീവ് ഹട്ട്. ഇവിടെ ലിവ് ആണ് അണ്ടർലൈൻ ചെയ്തത്, എഡിറ്റ് ചെയ്യേണ്ടത്. ലിവിൻ്റെ എന്താണ്, ലീവ് ഇൻ ലീവ് ഹട്ട് വിത്ത് ഹെർ മദർ. അപ്പോൾ ലീവ് എന്താക്കണം, ലിവ്ഡ് എന്നാക്കണം, പാസ്റ്റ് ടെൻസ് ആക്കണം. ഓക്കെ. ഷീ വർക്ക് ഹാർഡ് ആൻഡ് ടെൻറ്റ് ഗോഡ്സ് ഓഫ് ദ ലാൻഡ് ലോഡ്. ഷീ വർക്ക് ഹാർഡ് എന്നല്ല പറയാം, എൻ്റേത് ഷീ വർക്ക്ഡ്, പാസ്റ്റ് ടെൻസ് ആണ് നമ്മളിവിടെ എല്ലാം ഉപയോഗിക്കേണ്ടത്. ഷീ വർക്ക്ഡ് ഹാർഡ്. പിന്നെന്താണ്, ടെൻറ്റഡ് ദ ഗോഡ്സ് ഓഫ് ദ ലാൻഡ് ലോഡ്. ഓക്കെ. പീപ്പിൾസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, തെറ്റാണ്, പീപ്പിൾ എന്നാണ് മാറ്റേണ്ടത്. പീപ്പിൾ കോൾഡ് ഹെർ ദ വൈ ഗേൾ ബിക്കോസ് ഷീ ഓൾവേസ് ആസ്ക്ഡ് വൈ. ഓക്കെ. അപ്പോൾ ലിവ് എന്ത് ചെയ്യണം, പാസ്റ്റ് ടെൻസിലാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ലിവ്ഡ് ആക്കണം, വർക്ക്ഡ് ആക്കണം, ടെൻറ്റഡ് ആക്കണം. പീപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്, എസ് മാറ്റി പീപ്പിൾ ആക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ലൂയിസ് ബ്രെയിലിയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു റൈറ്റപ്പ് എഴുതാനാണ്. എങ്ങനെയാണ് ഈ ഡിസബിലിറ്റി ഓവർകം ചെയ്തത്, അതിജീവിച്ചത്, അതേപോലെ തന്നെ അന്ധരായ ആളുകൾക്ക് എങ്ങനെയാണ് അവരുടെ ജീവിതം മാറ്റിമറിച്ചത്, ഇതിനെക്കുറിച്ച് ഒരു റൈറ്റപ്പ് എഴുതാനാണ്. ലൂയിസ് ബ്രെയിലി ലോസ്റ്റ് ഹിസ് ഐസൈറ്റ് അറ്റ് എ വെരി ഏജ് ഡ്യൂ ടു എൻ ആക്സിഡൻറ്റ്. ലൂയിസ് ബ്രെയിലിക്ക് പിന്നെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നഷ്ടപ്പെട്ടു. ദോ ബ്ലൈൻഡ്നെസ് മെയ്ഡ് ഹിസ് ലൈഫ് ഡിഫിക്കൽട്ട്, ഹി ഡിഡ് നോട്ട് ലൂസ് ഹോപ്പ്. ബ്ലൈൻഡ്നെസ് വളരെയധികം ജീവിതം ദുരിതപൂർണമാക്കിയിട്ടുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹം എന്താണ്, പ്രത്യാശ കൈവിട്ടില്ല. ഹി ഡിഡ് നോട്ട് ലൂസ് ഹോപ്പ്. ഹി ട്രെയിൻഡ് ഹിസ് അതർ സെൻസ് ലൈക്ക് ഹിയറിംഗ് ആൻഡ് ടച്ച് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് അറൗണ്ട് ഹിം. അപ്പോൾ തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാൻ പരമാവധി ചെവിയെയും അതേപോലെ തന്നെ ടച്ചിലൂടെയും സ്പർശനത്തോടെയും തിരിച്ചറിയാനും ട്രെയിൻ ചെയ്തു. At the Royal School for the Blind, Louis learned to a dot code introduced by an army officer. He realized that the code was difficult and decided to improve it. അങ്ങനെ റോയൽ സ്കൂളിൽ, അന്തർക്കുള്ള റോയൽ സ്കൂളിൽ പോയി അവിടെ ഒരു ആർമി ഓഫീസർ ഉണ്ടാക്കിയ ഡോട്ട് കോഡ് പഠിച്ചു. പക്ഷേ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് മനസ്സിലാക്കി ഹി ഡിസൈഡഡ് ടു ഇംപ്രൂവ് ഇറ്റ്. അതിനെ ഇംപ്രൂവ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്, ഒരുപാട് വർഷങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ശേഷം, ഹി ഇൻവെൻറ്റഡ് എ സിമ്പിൾ 6 ഡോട്ട് സിസ്റ്റം ദാറ്റ് റെപ്രസെൻറ്റ്സ് letters of the alphabet. He invented a simple 6 dot system that represented letters of the alphabet. അപ്പോൾ ഒരു സിമ്പിൾ 6 ഡോട്ട് സിസ്റ്റം അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്തു. ദിസ് ഇൻവെൻഷൻ ഹെൽപ്ഡ് ബ്ലൈൻഡ് പീപ്പിൾ റീഡ് ആൻഡ് റൈറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. ഈ ഒരു കണ്ടുപിടുത്തം അന്ധരായ ആൾക്കാരെ വായിക്കാനും എഴുതാനും സ്വതന്ത്രമായിട്ട്, അവർക്ക് സ്വന്തമായിട്ട് വായിക്കാനും എഴുതാനും സഹായിച്ചു. ലൂയിസ് ബ്രെയിലീസ് ഡിറ്റർമിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി പ്രൂവ്ഡ് ദാറ്റ് ഡിസബിലിറ്റി ഈസ് നോട്ട് എ ബാരിയർ ടു സക്സസ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും അതേപോലെ തന്നെ തീരുമാനവും അതേപോലെ ക്രിയേറ്റിവിറ്റിയും എന്താണ് പ്രൂവ് ചെയ്തത്, ഡിസേബിലിറ്റി എന്നത് ഒരു സക്സസ്സിന് ഒരു തടസ്സമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം തെളിയിച്ചു. അടുത്തതായിട്ടൊരു ലൈവ് റിപ്പോർട്ടാണ്. യുവർ സ്കൂൾ ഓർഗനൈസ്ഡ് എ പ്രോഗ്രാം ടു ഒബ്സർവ് വേൾഡ് ബ്രെയിലി ഡേ ഇൻ ഓണർ ഓഫ് ലൂയിസ് ബ്രെയിലി, the inventor of a Braille system. As a student reporter, prepare a live report of the event. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ വേൾഡ് ബ്രെയിലി ഡേയോടനുബന്ധിച്ചിട്ട് ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങൾ ഒരു സ്റ്റുഡൻറ്റ് റിപ്പോർട്ടറായിട്ട് ലൈവ് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Live from Government UP School Auditorium. Good morning everyone. This is a live report from our school auditorium where World Braille Day is being celebrated today to honor Louis Braille, the inventor of the Braille system. അപ്പം ഗുഡ് മോർണിംഗ് എവരി വൺ. ഇത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് ഇന്ന് ബ്രെയിലി ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. The program began at 10 a.m. with a prayer followed by a speech by our headmistress explaining the importance of Braille in the lives of visually challenged people. Students presented a short skit based on the chapter 6 dots. അപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ഒരു സ്കിറ്റ്
പ്രസൻറ്റ് ചെയ്തു. ഷോയിങ് ഹൗ ലൂയിസ് ബ്രെയ്ലി ഓവർകെയിം ബ്ലൈൻഡ്നെസ് ത്രൂ ഡിറ്റർമിനേഷൻ. എ വിഷ്വലി ചലഞ്ചഡ് ഗസ്റ്റ് ഷെയർഡ് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് റീഡിങ് യൂസിങ് ബ്രെയ്ലി. അപ്പോൾ ഒരു വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. The program ended with a message that disability is inability. It was an inspiring and meaningful event for all.